നമസ്കാരം. നമസ്തേ. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ വെടിക്കെട്ട് നടത്തുന്നതിനാവശ്യമായുള്ള പടക്കശാല തീപിടിച്ച് വലിയ ദുരന്തമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഏകദേശം 14 പേർ മരിക്കുകയും 10ഓളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ആരോപിക്കുന്നത്. അതിൽ രക്ഷപ്പെട്ട വിൽസൺ തന്നെ പറയുന്നത് ഒരു തീ വന്ന് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ലെൻസ് വഴിയുള്ളതാകാം എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വന്നിരുന്നു. സുനിൽകുമാർ, അതായത് മുൻ മന്ത്രി സുനിൽകുമാറും പറഞ്ഞത് അട്ടിമറി നമുക്ക് തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഇവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ ഇല്ലേ, ഏത് വിധത്തിലായിരിക്കാം അവിടെ തീപിടുത്തമുണ്ടായിരിക്കുക? അങ്ങയുടെ അഭിപ്രായം എന്താണ്? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ, അതായത് പടക്കം അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ഉണ്ടായ ഈ സ്ഫോടനം, അത് ഒരു അട്ടിമറിയാണോ എന്ന് സംശയിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ആദ്യ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതിനൊന്നും ഇത് അട്ടിമറി അല്ല എന്നുള്ള അത് തെളിയിക്കാനുള്ള വ്യക്തമായ മറുപടികളൊന്നും ആരും ഇതുവരെ പോലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് അട്ടിമറിയാണെന്ന് ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് 3 കാരണങ്ങളാണ് ഞാൻ കണ്ടത്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ മുൻ മന്ത്രിയും തൃശ്ശൂരിൽ നിന്നുള്ള മുൻ MLA VS സുനിൽകുമാർ പ്രകടിപ്പിച്ച സംശയം ഇത് അട്ടിമറിയാണോ എന്ന്. കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരെ കുറിച്ച് അല്ലെങ്കിൽ പൂർവ്വമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ ഒരാൾ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ക്ഷേത്ര കമ്മിറ്റിക്കാർ, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വളരെ കൃത്യമായ രീതിയിൽ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പൂരം അട്ടിമറിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. ആരെയും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ അതോ വ്യക്തികളാണോ ഒന്നും പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷെ കൃത്യമായിട്ട് ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്. ആദ്യത്തെ പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിലും അവസാനിക്കുമ്പോഴും അദ്ദേഹം അത് പറഞ്ഞു. മാധ്യമപ്രവർത്തകരാരും ആരാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ സംശയത്തിന്റെ മുന ആർക്കു നേരെയാണ് നീളുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം സത്യത്തിൽ പത്രക്കാർ ചോദിക്കേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ ആധുനിക കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഈ പറയുന്നത് അപ്പടി ഈ വിഴുങ്ങല്ലാതെ, വെള്ളം ചേർക്കാതെ വിഴുങ്ങല്ലാതെ അവർ പലപ്പോഴും ശക്തമായ രീതിയിൽ പറയുന്ന അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പല ആൾക്കാരും നേരിട്ട് പറയാൻ മടിക്കുന്നത് അവരോട് ചോദ്യം ചോദിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിച്ചാലേ അവർ പറയൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. ഇവിടെ അദ്ദേഹം പറഞ്ഞു പൂരം നടക്കണ്ട എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംശയിച്ചത്? ന്യായമായ ചോദ്യങ്ങളാണ്. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. ഈ സംഭവ സ്ഥലത്ത് ഒരു തൊഴിലാളിയായിരുന്ന, ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേര് മാടക്കശ്ശേരിയോ എന്താണ്? ഞാൻ മടക്കത്തോടോ മുണ്ടത്തിക്കോട് ക്ഷമിക്കണം, മുണ്ടത്തിക്കോട്. ആ മുണ്ടത്തിക്കോട് ദ്വീപ് പോലുള്ള ഈ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന വിൽസൺ എന്ന തൊഴിലാളി, അദ്ദേഹം ഭാഗ്യവശാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖം ഇപ്പോഴും യൂട്യൂബിലും എല്ലാം ഉണ്ട്. നമ്മൾ തന്നെ അത് ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയിൽ മിസ്റ്റർ വിൽസൺ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഇരുന്നതിൻ്റെ പിറകിൽ ഒരു പ്രകാശത്തിന്റെ ഒരു ബീം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഒരു ധാര വന്ന് പതിച്ചു. അതിനുശേഷമാണ് ഈ പൊട്ടിത്തെറി. അദ്ദേഹം പറയുന്നത് മാത്രമല്ല ചതിച്ചല്ലോ എന്നുള്ളൊരു വാക്കും കൂടി പറയുന്നുണ്ട്. ചതിച്ചല്ലോ എന്നുള്ളത്. അതെ 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 അതെ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ലെൻസിലൂടെ വരുന്ന രീതിയിലുള്ള അതിശക്തമായ പ്രകാശമാണ് എന്നാണ്. എനിക്കിത് വേറൊരു സംശയമാണുള്ളത്. ആരെങ്കിലും ഒരു ലേസർ ഗൺ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ഒരു അട്ടിമറി നടത്തിയതാണോ? ഇന്ന് ലേസർ ഗണ്ണുകൾ മാർക്കറ്റിൽ വളരെ കൃത്യമായിട്ട് അവൈലബിൾ ആണ്. അത് പലപ്പോഴും ലേസർ ഗൺ ഉപയോഗിച്ചുള്ള പ്രകാശരശ്മികൾ
വിമാനത്താവളങ്ങളുടെ അടുത്ത് നിന്ന് പ്രയോഗിച്ച് പൈലറ്റുമാരെ വഴിതെറ്റിച്ച അല്ലെങ്കിൽ വിമാനങ്ങൾ തകരാനിടയായ സംഭവങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിൽ ലേസർ രശ്മികൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾക്ക് നിരോധനമുണ്ട്. കാരണം ലേസറിന്റെ ശക്തി അത്ര ഭീകരമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. ഒരു ലേസർ ഗൺ ആരെങ്കിലും പ്രയോഗിച്ചതാണോ? അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ആധുനിക പിന്നെ യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അട്ടിമറികളിലോ ഒക്കെ ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അത്ര അറിവുള്ള ആളാണെന്ന് തോന്നുന്നില്ല മിസ്റ്റർ വിൽസൺ. അദ്ദേഹം അതൊരു ലെൻസിലൂടെ വന്ന പ്രകാശമാണോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ സംശയം പോകുന്നത് ഈ വഴിക്കാണ്. അതായത് ഇവിടെ കൃത്യമായ രീതിയിൽ ആരോ ഇവിടേക്ക് പിന്നെ ഒരു ശക്തമായ പ്രകാശം കടത്തിവിട്ട് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി. കാരണം ഇത് വളരെ വേഗം പൊട്ടിത്തെറിക്കുന്ന ഹൈലി ഇൻഫ്ലേമബിൾ എന്നൊക്കെ നമ്മൾ ചില പിന്നെ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ കാണാറുണ്ട്. ഇത് ചെറിയ പിന്നെ എന്താണ് താപവ്യതിയാനം വന്നാൽ തന്നെ ഒരു പൊട്ടിത്തെറി നടക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? പോലീസ് ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഈ വിൽസൺ എന്ന വ്യക്തി അദ്ദേഹം പിന്നെ പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനെക്കുറിച്ച് ഈ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഗൗരവത്തിലേക്ക് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഇത് എത്ര അന്വേഷിച്ചാലും സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഒരു പരിമിതി അതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ പിന്നെ ആരെയും ശിക്ഷിക്കാറില്ല. ഒരുപക്ഷെ അത് നമുക്ക് ആ സംഭവത്തെക്കുറിച്ച് ഒരു വ്യക്തമായ പിക്ചർ, ഒരു കൃത്യമായ ചില സൂചനകൾ ഇതൊക്കെ നൽകുമായിരിക്കും. പക്ഷെ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെങ്കിൽ പോലീസ് അന്വേഷണം അല്ലെങ്കിൽ NIA പോലുള്ള ഏജൻസികളുടെ അന്വേഷണം അതൊന്നും ഇല്ലാതെ കോടതികളിലേക്ക് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നേരിട്ട് പോയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യവും ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഇവിടെ പല ആൾക്കാരും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇപ്പോ ആരെങ്കിലും ഏതെങ്കിലും സംഭവങ്ങളിൽ നിന്നും ജനശ്രദ്ധ വഴിതിരിച്ചു വിടാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ എന്താണ്, അത് ചെയ്തുകൂടായികയില്ല. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ എന്തും ചെയ്യും അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി. കാരണം ഇതൊരു വളരെ സന്ദിഗ്ധമായ ഘട്ടത്തിലാണ് ഈ ഇലക്ഷൻ. ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം നടത്തി. ആ ക്ഷേത്ര സന്ദർശനം നടത്തിയപ്പോൾ അവിടെ അതൊരു വലിയ കോലാഹലമുണ്ടാക്കി, വാർത്തയുണ്ടാക്കി. ഇപ്പോൾ ആ ഫോട്ടോ എടുത്ത വീഡിയോ എടുത്ത ആളിനെ ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ വിവാദങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ പോയി. അതിലും ഭീകരമായ ഒരു സംഭവം. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ ജനങ്ങളുടെ ജീവനെ കുരുതി കൊടുത്തുകൊണ്ട് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ ഇങ്ങനെ ഒരു അട്ടിമറിക്ക് കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന നാടാണ്. അതും ശരിയാണ് അങ്ങ് പറയുന്നത്. 51 വെട്ടുവെട്ടി കൊന്ന നാടാണ്. അതിക്രൂരമായ കൊലപാതകങ്ങളും പിന്നെ നമ്മുടെ പിന്നെ എന്താണ് പലയിടത്തും ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന അക്രമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ ചോരയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ധാരാളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പല വർഗീയ കലാപങ്ങൾക്ക് പിന്നിലും ഇതുപോലെയുള്ള പലതും മറച്ചു വെക്കാനുള്ള കാര്യങ്ങളാണ് നടക്കാറ്. ഒന്നിനെ മറക്കാൻ മറ്റൊന്നിനെ, ഒന്ന് വളമാകുമ്പോൾ മറ്റൊന്ന് ഈ ഭാഗത്ത് ഇതാവുന്നു. ഇതാണ് സാധാരണ നടക്കുന്നത്. അത് നമ്മുടെ ഒരു നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ പിന്നെ പൂച്ച എലിയെ പിടിച്ചാൽ അത് വാർത്ത, പക്ഷെ ആ പൂച്ചയെ മറ്റെന്തെങ്കിലും വലിയ ജീവി വന്ന് പിടിച്ചാൽ പിന്നീട് ആദ്യത്തെ വാർത്ത പോയിട്ട് മറ്റേ വാർത്തയിലേക്ക് പോകും. അങ്ങനെ വാർത്തകൾ വഴിതിരിച്ചു വിടാൻ പരിചയസമ്പന്നനും നിഷ്ഠൂരനും ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അത്ര പിന്നെ സാഹസപ്പെടേണ്ട കാര്യമില്ല. അത് സംഭവം സത്യമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ഭരണതന്ത്രത്തിലുള്ളത്. മുഖ്യമന്ത്രി തന്നെ അതിനൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരാളെല്ലാം. അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത്. അത് വലിയ വിവാദമായി കത്തിപ്പടരുന്ന അദ്ദേഹത്തിന് വലിയ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം.
ഇത് ഒരുപാട് സംശയങ്ങൾക്ക് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആ, അവിടെ നടന്ന സ്ഫോടനം, കാരണം അതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലെങ്കിൽ, ഇവിടെ എനിക്കൊരു ചോദ്യം ഇതിനകത്തിലുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിരവധി വെടി വെടിമരുന്ന് സ്ഫോടനം പിന്നെ അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആ, ഒരുപാട് നിർദ്ദേശങ്ങൾ സർക്കാരിന് പല പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ അന്വേഷിച്ച കമ്മീഷനുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കണക്കിലെടുക്കാതെ ആ സുരക്ഷാ പിന്നെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കപ്പെടാതെ വീണ്ടും ഇത്തരം വെടിക്കെട്ടുകൾ നടത്താൻ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഈ വെടിക്കെട്ടുകാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് അത് ഉപജീവന മാർഗമാണ്. വളരെ ചെറിയ പൈസക്കാണ്, എൻ്റെ ഒരു അറിവിൽപ്പെട്ടിടത്തോളം ഇവരാരും തന്നെ കോടീശ്വരന്മാരും ഒന്നും ആകുന്നില്ല. ഇവര് ചെറിയ ലാഭം കിട്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം പ്രവർത്തികൾ. കാരണം ഇവർക്ക് ഹൈ റിസ്ക് ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഇവിടെ നടന്ന തൃശ്ശൂർ നടന്ന സ്ഫോടനത്തിൽ മുഴുവൻ മലയാളികളാണ് കൊല്ലപ്പെട്ടത്. ഒരൊറ്റ അന്യസംസ്ഥാന തൊഴിലാളി പോലും അവിടെ ജോലി ചെയ്തിരുന്നില്ല. അപ്പൊ കേരളത്തിലെ എത്ര കുടുംബങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ മേഖലയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനും അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് സർക്കാരുകൾ മുൻകൈ എടുക്കുന്നില്ല? ഈ ചോദ്യമൊക്കെ വരുമ്പോൾ ഇത്തരം പഴുതുകൾ ഉപയോഗിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ അത് തെറ്റാവില്ല. ഇവിടെ വേറൊരു വളരെ പ്രസക്തമായ ചോദ്യം, ഞാനത് മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ പടക്കങ്ങളും മറ്റ് പിന്നെ എക്സ്പ്ലോസീവ്സ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അവിടേക്ക് വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവർക്ക് ഈ ഒരു വ്യക്തി ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ദേഹപരിശോധന നടത്തേണ്ടതല്ലേ? കാരണം ഇദ്ദേഹം എന്തൊക്കെയാണ് അവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞുകൂടൽ. ഇച്ഛാനുസരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് അന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയും 3:30 3:45 എന്തോ വലിയ സ്ഫോടനം നടക്കുന്നത്. ആ ഉച്ചവരെയും നിരവധി ആൾക്കാർ അവിടെ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ അവിടെ വന്നുപോയി. ഫ്ലാഷ് ലൈറ്റുകൾ അടക്കം, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അടക്കം വന്നിട്ടുണ്ട്. ലൊക്കേഷൻ കൃത്യമായി കിട്ടാൻ അത് പോരെ? ലൊക്കേഷൻ കിട്ടാൻ അത് മാത്രം പോരെ? തീർച്ചയായിട്ടും ലൊക്കേഷൻ കിട്ടാൻ അത് മതി. അത് മാത്രമല്ല, എന്തെങ്കിലും ഈ നിരോധിക്കപ്പെട്ട ഒരു സ്ഫോടക വസ്തു ഈ സ്ഥലത്ത് കൊണ്ടുവെക്കാമല്ലോ അവർക്ക്. വരുന്ന ആളിനെ ഒരു സെക്യൂരിറ്റി. സൾഫർ കൊണ്ടുവച്ചാ പോരെ? അല്ല, പൊട്ടാസ്യം നൈട്രേറ്റ് നിരോധിച്ചിരിക്കുകയാണ്. നിരോധിച്ച പൊട്ടാസ്യം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കള് ഓക്സിഡൈസർ ആണത്. അതുപോലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചാൽ ഒരു ചെറിയ താപ വ്യതിയാനം വരുമ്പോൾ തന്നെ അവിടെ പൊട്ടിത്തെറി ഉണ്ടാകും. അതായത് ഇവിടെ വിൽസൺ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ പതിച്ചു എന്നുള്ളതാണ്. അതെ 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 അതെ. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇപ്പൊ താങ്കൾ പറഞ്ഞ ലേസർ ആവാം, അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിച്ച് അവിടേക്ക് സൂര്യപ്രകാശത്തെ ഇതാക്കിയിട്ട് അവിടെ കത്തിക്കാൻ പറ്റും. അത്തരം കാര്യങ്ങൾ ചൂട് കൊണ്ടുവന്നിട്ട്. അതെ അതെ അതെ. ആ സ്ഥലത്ത് ഒരു വലിയ ടെമ്പറേച്ചർ, വലിയ താപം ഉണ്ടാക്കുന്ന എന്തോ ഒരു ഉപകരണം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിൽസന്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒന്നും തന്നെ അത് തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, ചർച്ച ചെയ്തില്ല? അത് സത്യത്തില് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് അതിന്റെ ഒരു സത്യത്തിലേക്ക് പോകേണ്ടതല്ലേ? കാരണം ഇത്രയും ഗൗരവമായ ഒരു വെളിപ്പെടുത്തൽ ഒരു വ്യക്തി നടത്തിയിരിക്കുകയാണ്. ആ വ്യക്തി അവിടെ പിന്നെ ഈ വെടിക്കെട്ട് കോൺട്രാക്ടറോടൊപ്പം വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇത് നല്ല പരിചയസമ്പന്നനായ വ്യക്തിയാണ്. ആ പരിചയസമ്പന്നനായ ഒരു വ്യക്തിക്ക് അവിടെ പിന്നെ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പ്രകാശ ബീം തന്നെ വന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും. കാരണം വർഷങ്ങളുടെ പഴക്കമുള്ള കണ്ണുകളും ചെവികളുമാണത്. അവിടെ എന്ത് വ്യതിയാനങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടും. അവർ സദാ ജാഗരൂകരാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണശാലകളിൽ ജോലി ചെയ്യുന്നവരുടെ മനസ്സും കണ്ണും കാതും ഒക്കെ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു വ്യക്തി പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റും? എന്തുകൊണ്ട് ഇതൊന്നും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാധ്യമപ്രവർത്തകർ ഭയന്നിട്ടുണ്ടാവാം, ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ വിശകലനം ചെയ്താൽ വേണമെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതൊരു
വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് പറയാം. ഇതൊന്നും സത്യം കുറച്ചു നാളിന് ശേഷം കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ തെളിയും. പക്ഷെ അതുവരെ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കാൻ പോലും സാമ്പത്തികം ഇല്ലാത്തവരാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവിടേക്ക് പത്രക്കാരും ചാനലുകാരും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയിട്ട് ആ സമയത്ത് വന്നിട്ടുണ്ട്. അവിടേക്ക് സുരക്ഷാ സന്നാഹമുള്ള സ്ഥലമാണ്. അവിടെ യാതൊരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ ഇവർ വന്നു എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതും അന്വേഷണ വിധേയമാകുന്ന ഒരു കാര്യമാണ്. അതും ആകില്ലേ? അല്ല, അവിടെ എനിക്ക് തോന്നുന്നു ഒരു സർക്കാരിന്റെ അല്ലെ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് ഒരു പ്രശ്നം, അവർക്കൊരു പരിമിതി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഈ നിർമ്മാണശാലകളിലേക്ക് പ്രവേശിക്കുന്നതിനെ നിരോധിക്കുന്ന നിയമങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഈ ഇത്തരം സ്ഥലങ്ങളിൽ ആൾക്കാരുടെ പ്രവേശനം നിരോധിക്കുന്ന നിയമങ്ങൾ ഇവിടെ സാധാരണഗതിയില് ഈ പടക്കം കൊണ്ട് വെച്ചിരിക്കുമ്പോൾ ഈ വെടിക്കെട്ട് കരാറുകാരന്റെ ആൾക്കാർ തന്നെ അവിടെ വന്ന് നിന്ന് അവിടേക്ക് ആൾക്കാരെ അടുപ്പിക്കാതിരിക്കുക, ഇത്രയൊക്കെ അവർ ചെയ്യാറുണ്ട്. അല്ലാതെ അതിനപ്പുറത്തോട്ട് അത് അതിവിസ്ഫോടനം സൃഷ്ടിക്കുന്ന മെറ്റീരിയൽ അല്ലേ അവിടെ ഉള്ളത്? ഒരു സെക്കൻഡ് പോരെ എല്ലാം. 100% ശരിയാണ്. അതായത് ഒരു ചെറിയ നോട്ട പിശക് മതി, അവിടെ ഒരു സ്ഫോടനം നടക്കും. ഇപ്പം ഒരാൾ സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് വലിച്ചിട്ട് അലക്ഷ്യമായിട്ട്, സാധാരണ പല ആൾക്കാരും സിഗരറ്റ് വലിക്കുന്നവരെ സിഗരറ്റ് കുറ്റി താഴോട്ട് അങ്ങ് അറിയാതെ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളി വരയ്ക്കുന്ന ആൾക്കാർ, ഇത്തരം ആൾക്കാർക്ക് ധാരാളം നമ്മുടെ ഇടയിൽ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ പല പെട്രോൾ പമ്പിലും ചെന്നിട്ട് അവിടെ വെച്ച് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിയമത്തിന്റെ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് പെട്രോൾ പമ്പിൽ ചെന്ന് അവർ പെട്രോൾ അടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കാർ ഓഫ് ചെയ്യണമെന്നാണ്. കാരണം അത് ഓണാക്കിയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്ര ആൾക്കാർ പിന്നെ എഞ്ചിൻ ഓഫ് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ അത് പെട്രോൾ പമ്പ് ഉടമസ്ഥർ പോലും പറയാറില്ല ഓഫ് ചെയ്യാൻ. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാവാം, പക്ഷേ ചിലപ്പോൾ ഇത് മതിയാകും ഒരു ഭീകര അപകടത്തിന്. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു വ്യക്തമായ ഒരു നിഗമനം അല്ലെ ഒരു വിശകലനം, ഇതിൽ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദുരൂഹമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പുറ്റിങ്ങൽ പോലെ ഇത്ര ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായിട്ടും വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ ഇത്തരം പടക്ക നിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ഏജൻസികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ എന്തുകൊണ്ട് ഇത്തരം നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ, ഇതൊക്കെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു മാനസികാവസ്ഥ ഒരു സർക്കാരിനുണ്ടെങ്കിൽ അത് ഗൗരവമായി വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിന് ഉത്തരവാദികളായവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ശരി, ഈ അധികൃതർക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ പൂരം അട്ടിമറിച്ച സംഭവം എല്ലാവരും മുന്നിലുള്ളതാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹമാണ് അവിടെ എല്ലാം നിയന്ത്രിച്ചത് എന്നുള്ള രൂപത്തിൽ വരുത്തിക്കുകയും പിന്നീട് പോലീസ് നടത്തിയ ഒരു അട്ടിമറിയുടെ ഭാഗമാണ് ഇലക്ഷനിൽ നമ്മുടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അട്ടിമറിയാണ് പൂരം അട്ടിമറി എന്നുള്ളത് പിന്നെ ഒരു സുനിൽകുമാർ തന്നെ പറയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി കഴിഞ്ഞ തവണ നടന്ന സ്ഥിതിക്ക് ഇത്തവണയും ആ അട്ടിമറി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ CPI ഉന്നയിച്ചപ്പോൾ അത് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരുന്നത് ഇടതു സർക്കാർ തന്നെയാണ്. അതായത് പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ആയിരുന്നല്ലോ അന്നും ആഭ്യന്തരമന്ത്രി, ഇന്നും ആഭ്യന്തരമന്ത്രി. അല്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആയിരുന്നു ഈ ആരോപണം ഉണ്ടായിരുന്നത്. അല്ല, സുനിൽകുമാർ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ഇടതുമുന്നണിയുടെ ഏകോപന സമിതിയിൽ ഇതിൽ സമ്മർദ്ദം ചെലുത്തി ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം കൊണ്ടുവരേണ്ട ബാധ്യത CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അവരും അനങ്ങിയില്ല. അതായത് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന അടവ് നയങ്ങളാണത്. ആ അടവ് നയങ്ങളിൽ സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിന് പോലും ചിലപ്പോൾ സ്വന്തം പാർട്ടി നേതാക്കന്മാരെ അവർ പോലും ഗൗരവത്തിലെടുക്കത്തില്ല. ഇത് സുനിൽകുമാർ പറഞ്ഞത് കഴിഞ്ഞ തവണത്തേതും ഇപ്പോഴദ്ദേഹം പറയുന്നതും തള്ളിക്കളയാൻ പാടില്ല. ഞാൻ കൃത്യമായ നിലപാട് തന്നെയാണ് എനിക്ക്. കാരണം അട്ടിമറി ആരാണ്? അതോ ഇനിയും ഇത് പഹൽഗാം ആക്രമണത്തിന്റെ 1ാം വാർഷികവും കൂടെ ആയിരുന്നു. ഏപ്രിൽ 21-നാണ് പഹൽഗാം ആക്രമണം നടന്നത്. ഇതിൽ എന്തെല്ലാം ഡൈമെൻഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്താൽ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാനുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത് വെറും ഗൂഢാലോചന സിദ്ധാന്തമല്ല.
ഇത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയോ നമ്മളിൽ നിന്നും ആരൊക്കെയോ മറച്ചു വെക്കുന്നു. അത് പുറത്തു വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾക്കും ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള അന്വേഷണ കമ്മീഷനും ഉൾപ്പെടെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അന്വേഷണ കമ്മീഷനും സാധിക്കട്ടെ എന്ന് ആശിക്കുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ ചർച്ച നിർത്തുകയാണ്. എന്തായാലും സത്യം പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവിടാതിരിക്കാം. ഓക്കെ, താങ്ക് യു.